നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ ഒരു ഐറ്റം ടീം. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം അവർ വരുന്നു. ടീം പത്തനംതിട്ട. വിളിക്കട്ടെ. വെൽക്കം രാജേഷ് കൊട്ടാരത്തിൽ, ഹരി, സുജയ്. ഒന്ന് കുത്തി മറിഞ്ഞാലോ? അല്ല വേണ്ട, ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോട്ടെ. എന്തായാലും കളരി വിളക്ക് തെളിഞ്ഞതാണോ, കുന്നത്ത് സൂര്യൻ ഉദിച്ചതാണോ, മാനത്തൂന്നങ്ങാണം വന്നതാണോ, ഇനി വല്ലവനും കയറി എടുത്തിട്ട് മെതിച്ചതാണോ, ഒന്നും അറിയാൻ വയ്യ. ദേഹത്ത് ഭയങ്കര വേദനയാ. ജീവ, ഒളിമ്പിക്സിന് കളരിപ്പയറ്റ് മത്സരമുണ്ട്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് 2 പേരെ കൊണ്ടുവന്നുണ്ട്. ഒരുത്തൻ എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിയാ ഒന്ന് സഹായിക്കണം. അപ്പൊ വലിയ പഠിക്കാനൊന്നുമില്ല. ബാക്കി ഞാൻ അവിടെ ഒന്ന് പഠിപ്പിക്കാം. അവിടെ ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ ചക്ക വെട്ടിട്ട് 6 ഉരുക്കണം. അതാ ചക്ക വെട്ടിട്ട് 6 ഉരുക്കണം. കച്ച കെട്ടി 6 ഉടുക്കണം. ബാക്കി ഞാൻ കോള്. ഹലോ 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 നമസ്കാരം. നമസ്കാരം. ഈ കരളെ കുരുക്കളാണോ? കരളെ കുരുക്കളാണ്. ഞാനിപ്പോ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് മാറ്റി. അതല്ല ഞാൻ ചോദിച്ചത്, ഈ കളരി അടി കുത്ത് അടി ഇതൊക്കെ പഠിപ്പിക്കുന്ന ആശാനാണോന്നോ? അത് ഞാൻ അങ്ങനെയുണ്ടോ? ഇപ്പൊ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഫ്രീ ആണോ? അല്ല, ഈ ഒരു ദിവസം പോലും പഠിപ്പിക്കുന്നത് ഫ്രീ അല്ല, പൈസക്കാ. അതല്ല ചോദിച്ചത്, ആശാൻ അവിടെ ഫ്രീ ആണോന്ന്. ഇന്ന് ഞാനിവിടെ ഫ്രീയാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇതെല്ലാം മാറ്റണോ? അയ്യോ വേണ്ട, ഞാൻ അങ്ങോട്ട് വരും. പോരെ പോരെ, കുഴപ്പമില്ല. അതിനിടയ്ക്കൂടെ പെണ്ണുമ്പിള്ളയുടെ ഒരു കോള്. ഹലോ എടി, നീ പറയുമ്പോൾ ഈ പ്രാവശ്യം കേരളം വിട്ടുള്ള കളിയാ. കപ്പും കൊണ്ടേ ഞാൻ വരത്തുള്ളൂ. 2 പേരെ നിന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും നീ എന്നെ ശല്യം ചെയ്യരുത്, പ്ലീസ്, കേട്ടല്ലോ. ഇവൻ എന്താണ് പിന്നെയും വിളിക്കും? പിന്നെ തരുന്നില്ല കേട്ടാ. എന്താണാവേ? ഹലോ ഹലോ. അതെ, കുറച്ചു മുമ്പ് ഞാനാ വിളിച്ചതേ. ഞാൻ വിളിച്ചിട്ട് വെക്കാൻ നേരത്തെ ഓക്കെ പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ ശരി, ഓക്കെ. അതിനൊരു തീരുമാനം ഉണ്ടാവും. ആശാങ്ങനെ ഫോണും വിളിച്ചോണ്ടിരുന്നോ? എന്താ പ്രശ്നം? ഡൽഹിക്ക് പോകണ്ടേ? ഡൽഹിക്ക് പോണം. പുതിയ അടവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, 4 ലക്ഷം രൂപ അയ്യോബില്. ഇവിടുന്ന് എടുത്ത പൈസയുടെ അടവല്ല ചോദിച്ചേ. പഠിപ്പിക്കാൻ അടവ് വല്ലതും ഉണ്ടോന്ന് ഞാൻ ചോദിച്ചു. അതോ? നിനക്ക് മർമ്മം അറിയാവോ? പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വെളിച്ചന്റെ തടം ഞാൻ ചെയ്തിട്ട് വന്നേ. അത് കർമ്മം. ഇതെന്തുവാ? ഇത് മർമ്മം. അതായിരുന്നോ? എടാ, ചൂണ്ട് മർമ്മം വരെ ഉണ്ട് ഇവിടെ. നിനക്ക് ചലിക്കാൻ പറ്റാത്ത രീതി ഞാൻ നിന്നെ ചൂണ്ടി നിർത്തും. അങ്ങനെയൊക്കെ ആണോ? നിനക്ക് ചലിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ എന്റെ കൈയിടെയാ. അപ്പൊ അത് ശരിയാകത്തില്ല. അതങ്ങ് പോട്ടെ. നീ ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരാൾ വേണ്ടേ? ഞാൻ ഏറ്റതാ. പിന്നെ എന്നെ പോലൊന്നും അല്ല, അവന് ഭയങ്കര ബുദ്ധി. അതറിയാവോ? എന്താ ബുദ്ധി? പറഞ്ഞു കറക്റ്റ് ടൈമിങ് വരുന്നുണ്ടോ അവൻ? ഇത് അങ്ങോട്ട് പോകാനുള്ളതാണോ? കളരി പരമ്പര ദൈവങ്ങളെ. നമസ്കാരം. അയ്യോ, അങ്ങോട്ട് പോകാനാണോ കളരി പഠിക്കാൻ? കളരി എന്നാ കുഴപ്പമില്ല. ഇതും കൊണ്ട് അങ്ങനെ പോനാ? ഞാനുണ്ടല്ലോ കൂടെ. നീ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ പറഞ്ഞില്ല ഡൽഹിയിൽ അങ്ങോട്ട് കപ്പ വാങ്ങിക്കാൻ പോകണ്ട, ഞാൻ ചിക്കൻ വാങ്ങിച്ച അവിടെ വെച്ചിരിക്കുക. എന്തുവാ പോകുന്നത്? ആശാനിപ്പം പറയുന്നത് കേട്ടോ. അല്ല, ഇവനോട് പറഞ്ഞു ഡൽഹിയിൽ അങ്ങോട്ട് കപ്പ വാങ്ങിക്കാൻ പോകുന്നത് പറഞ്ഞു. ഞാൻ ചിക്കൻ വാങ്ങിച്ചു വേണ്ട പഠിക്കാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ ചിക്കനും കൊണ്ടുവന്ന് കേട്ടിരിക്കുന്നത്. എന്തെങ്കിലും പറയുമ്പോഴേ ചെവി കേൾക്കത്തക്ക രീതിയിൽ എന്നോട് പറയണം. എന്താണ് ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഇവനെ കയറ്റി വെച്ച് നിനക്ക് ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് കൊണ്ടുപോയി കളയായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഡൽഹിയിലാ പോകുന്നത്. 2 പേരും ശ്രദ്ധിച്ച് വേണം പഠിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ കളരിക്ക് പോകുന്നത് ഫ്ലൈറ്റിനാ പോകുന്നത്. അതന്നെ കളരി ഫ്ലൈറ്റ്. കളരി ഫ്ലൈറ്റ് അല്ല, കളരി ഫ്ലൈറ്റിന് പോകുന്നത് ഫ്ലൈറ്റിലാ. ഫ്ലൈറ്റിലാണ്. നമ്മുടെ കേരളത്തിലെ ഉള്ളി അങ്കത്തട്ട്, ഹിന്ദി അവിടെ ഹിന്ദിത്തട്ടാ. ഹിന്ദിത്തട്ട്. അതുപോലെ അവിടെ നിന്ന് വരുമ്പോ നിങ്ങൾ അങ്കത്തട്ട് ആരും സ്വന്തമായിട്ട് മേടിച്ചോണ്ട് വരല്ലേ കേട്ടോ. ഇല്ല, വാങ്ങിച്ചോണ്ട് വരത്തില്ല. അങ്കത്തട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വരത്തില്ല. അത് നമുക്ക് കിട്ടുന്നതല്ലേ അവിടുന്ന്. എടാ, അതല്ല, അംഗം എന്ന് പറഞ്ഞ എന്തുവാ? ശരീരം. അതിന് തട്ട് മേടിക്കരുതെന്ന്. അത് മേടിച്ചാൽ നിങ്ങൾ വന്ന് കയറി. വിദേശത്ത് വല്ലതും പോയിട്ടുണ്ടോ പരിപാടിക്കൊക്കെ? ഉണ്ട്. ഞാനൊരു ദിവസം ചൈനയിൽ ഒരു അടിയപ്പെടുത്തത്തിന് പോയി. എന്നിട്ട് എന്നടാ ഫ്ലൈറ്റിൽ അങ്ങോട്ട് ചെന്ന് ഇറങ്ങിയതും ഒരുത്തൻ പുറകിൽ ഒന്ന് ഒറ്റ കീറ്. ഞാൻ തിരിഞ്ഞു നോക്കിയ ഒരു 10 എണ്ണത്തിന് അങ്ങ് വെട്ടി. ഒരുത്തൻ അടിച്ചെന്നെ ഇതുവരെ പറ്റിയ എന്തിനാ? മോനെ, ചൈന എല്ലാം ഒരുപോലെ ഇരിക്കും. ആരാന്ന് എങ്ങനെ അറിയാൻ? ജൂപ്പാട് വന്നില്ല. അന്ന് ഞാൻ അന്നേരം തിരിച്ചു പോന്നില്ലയോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതങ്ങോട്ട് തുടങ്ങാം. കളരിക്ക് ആദ്യം വേണ്ട എന്തു ആശാനെ? കളരിക്ക് ആദ്യം പഠിക്കാൻ പോകുമ്പോ വേണ്ടിയത് വണ്ടിക്കൂലിയാ. അതല്ലെന്ന് പ്രധാനമായിട്ട് നമുക്ക് എന്താ വേണ്ടത്? പ്രധാനമായിട്ട് നമുക്ക് വേണ്ടിയത് അരയാ. അരയോ?
നീ ഇന്നലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ സിവിലിന്റെ അതുവഴിയാ വന്നെ വന്നപ്പോ അരയെടുത്തോണ്ട് വരത്തില്ല. ഞാൻ ഇപ്പോഴും ഈ സംഭവം അറിയുന്നത്. ഇത് നേരത്തെ പറയണ്ടേ, ഞാൻ ആരും മേടിച്ചോണ്ട് ഓ, വരത്തില്ലായിരുന്നു. ഈ അരല്ലട പൊട്ടന്മാരെ. പിന്നെ എടാ ഈ അര വേണം, ഇത് കച്ച കെട്ടണ്ടേ? കച്ച കെട്ടാനുള്ള അര വേണം. അതിനുള്ള അര വേണം. അങ്ങനെ ഉണ്ട്. ഇതുകൊണ്ട് പോകാതിരിക്കാന്നല്ലേ. അയ്യോ കുഴപ്പമില്ല, ഞാൻ ഉണ്ടല്ലോ ആശാന്റെ കൂടെ, പേടിക്കണ്ട. ഇവനെ കച്ച കെട്ടേണ്ട ആവശ്യം ഒരു തൂവാലെടുത്ത് മടക്കി വെച്ചാൽ മതി. എടാ അത് പറയാരി. ഛെ. പിന്നെ ആ. ഈ മുടി എന്തിനാ ഇങ്ങനെ വെച്ച് കെട്ടിക്കുന്നത്? നമ്മൾ അതൊരു സംഭവമാണ്. അത് പറഞ്ഞു. അതെല്ലാരും കെട്ടുന്ന എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഞാൻ കെട്ടുന്നത് എന്നെ വാരി നിലത്തിളക്കായിരിക്കാൻ. സംശയം അച്ഛനെ ഫസ്റ്റില് നമ്മൾ കളരി തുടങ്ങുമ്പോ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം അത് അവിടെ കൊണ്ട് വെച്ച് ആരോട് ചോദിച്ചിട്ടാ കച്ചെടുത്ത് ദേഹം കാണാൻ മുറിഞ്ഞാ പിന്നെ അവിടെ മാറി വെക്കും. അവിടെ നിൽക്ക്. ആദ്യം നമുക്ക് തൊഴുതെടുപ്പ്. തൊഴിലുറപ്പാ. എടാ നീ എന്നെ വിളിച്ച് പറയണ്ടേ? കൊട്ടയുണ്ടായിരുന്നു വീട്ടില്, ദോപ്പയുണ്ടായിരുന്നു, പറയണമായിരുന്നു. എടാ അതല്ല, പിന്നെ തൊഴുതെടുപ്പ്. തൊഴുതെടുപ്പ്. തൊഴുതെടുപ്പ് അത് ഞാൻ കാണിക്കാം. ഇങ്ങനെ വെക്ക്. ഇത് കണ്ടോ? ആ ദേ, ആ ഇത് ആ ഇത് ഇതാണ് തൊഴുതെടുപ്പ്. നീ രണ്ടാമത് കാണിക്കുന്നത് ശ്രദ്ധിച്ചോണം. ഇങ്ങനെ വെക്ക്. ഇങ്ങനെ വെച്ചിട്ട് അതെന്തുവാ? നീയും ഡൽഹിക്ക് പോകും. അങ്ങനെ, അത് കൊള്ളാം. അതാണ് ആശ വരുന്നില്ലേ? ഡൽഹിക്ക് ആശ വരുന്നില്ലേ? ആശ നീ ഏജ് ഓവറായി പോയില്ലടാ. ഇല്ല പയറ്റി നാശമാക്കിയാൻ വന്നേന്. നമ്മൾ രണ്ടും മതിയുടെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടി നമുക്ക് ഇന്ന് പഠിക്കുമല്ലേ ഇവിടെ? അതെ അതെ. ആ അച്ഛനെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സംശയം ചോദിക്കാം. ചോദിച്ചോ. ആദ്യം നമ്മൾ ഇത് തൊഴുതെടുപ്പ് തുടങ്ങി, പിന്നെ നമ്മൾ അടവം എന്തുവാ? അടവെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം 18 EMI. 18 EMI എന്ന് പറഞ്ഞാൽ അടവ്. 18 അടവ്. 18 അടവുണ്ട് നമുക്ക്. മനസ്സിലായില്ലയോ? ഈ മോതിര കടവെന്ന് പറയാ. ആ മോതിരം കടവാ, ചെയിൻ കടവാ, മാല കടവാ. അയ്യോ അല്ല, ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഈ കളരിക്കകത്ത്. എടാ അത് ഓതിര കടകം. ഈ കണ്ടി 2 ലോഡ് എംസാന്റെ ഇറക്കിയിട്ടേക്കുന്നേ. അതെന്താ? ഊഴിക്കടകൻ. ഊഴിക്കടം പഠിക്കണ്ടേ? ഇതിന് ഊഴി ഇപ്പൊ കിട്ടുവോ? ഈ കളരി പഠിക്കുന്ന നിബന്ധനകളും വല്ലതും ഉണ്ടോ? പിന്നെ ദിവസമുണ്ട്. എന്താ ഉണ്ട്? അതായത് നമ്മൾ ആദ്യം സൂര്യാസ്തമയം ആ അത് കാണണം. എന്നിട്ട് സൂര്യഭഗവാനെ വണങ്ങണം. അതിന് നമ്മൾ കന്യാകുമാരി പോയി ഷെഡ് കെട്ടി 2 മാസം അവിടെ താമസിക്കണം. സൂര്യൻ ഉദിക്കുന്നിടം മുതൽ അസ്തമിക്കുന്നിടം വരെ സൂര്യ നമസ്കാരം. അപ്പൊ ഇത് അഭ്യസിക്കണ്ടേ? രാത്രിയിൽ ഇപ്പൊ ഉറങ്ങണ്ടേ? കാല് ഞാൻ വെട്ടും. ഇത് പഠിക്കണ്ടേ? ഇടയ്ക്ക് ഇതൊക്കെ എപ്പോഴാടാ ഇത്? ഒഴിവുണ്ടോ? ഉണ്ട്. ഞായറും നിങ്ങൾ ഞാൻ വിടില്ല. അയ്യോ അതല്ലെന്ന്, മറ്റേ ഈ അടി വരുമ്പോ ഒഴിവുണ്ടോ? അതോ നീ എന്നെ വേറെ നിടിച്ചേ അല്ലോ. രണ്ടാമതുണ്ട്. അല്ല ഞാൻ പറഞ്ഞു അടിച്ചത്. അവൻ എന്നെ അടിച്ചേ? ഇനി ഞാൻ പറഞ്ഞു തീരട്ടെ. അടിക്കണമെന്ന് ഞാൻ പറയുമ്പോ അടിച്ചാ മതി. ഇനി ഒന്ന് ഇടിച്ചേ. പറയട്ടാ പറഞ്ഞു തീരുന്നതിനും പേടിക്കാം. ഞാൻ നിന്ന് റെഡി ആകണ്ടേ? ആ ഇടിച്ചേ. ഇതല്ലോ അല്ല അത് കള്ള താഴെ നോക്കി ഇത് ചിരിക്കുവാന്ന്. ഇത് അടിക്കേ. ഞാനൊരു സംശയം ചോദിക്കാം. ഈ അപ്പച്ചിയും മക്കളും വെട്ടാൻ വന്ന അപ്പച്ചിയും മക്കളും വെട്ടാൻ വന്ന അപ്രതീക്ഷിതമായിട്ട് ഒരാൾ വെട്ടാൻ വന്ന നമ്മൾ എന്ത് ചെയ്യും? ഒരാൾ വെട്ടാൻ വരുവാണെങ്കിൽ നിന്ന് കൊള്ളുകയേ ഉള്ളൂ. അത് കാരണം നമ്മൾ അറിയിച്ചിട്ടല്ലല്ലോ വരുന്നത്. അറിയത്തില്ല. കുമ്പല്ല കുമ്പ് നല്ലതാണോ? പിന്നെ അതിനകത്ത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് തേങ്ങായി അരച്ചിട്ട് ചില വൻപയർ ഇട്ട് തോരൻ വെച്ച് തിന്നാൻ നല്ല. കുമ്പ് ഞാൻ ചോദിച്ചാലല്ല കുമ്പു. ഓ എന്തോ പറച്ചടാ പറഞ്ഞ. നീ കളരി പഠിക്കണ്ട. 10 കുമ്പ് പഠിച്ചതിന് കൊഴിയാവില്ലോ. ഏറ്റ കളിയാണല്ലോ. എന്തോടി ഞാൻ പറഞ്ഞില്ല, ഡൽഹിക്ക് പോകാൻ പഠിക്കുന്ന കാര്യം പറഞ്ഞില്ലയോ? എടുത്തോണ്ട് വരാം. ഓ വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചാ സ്വർണം കൊണ്ടേ ചെല്ലാവേ. അല്ലോ അപ്പൊ 2 പേരുടെ ഉത്തരവാദിത്വം ഇനിയും വളരെ ശ്രദ്ധിക്കണം കേട്ടോ. സ്വർണം കൊണ്ടേ വരാവൂ. അയ്യോ അതല്ല, ഞാൻ പണം എടുത്ത് വെച്ചിട്ടുണ്ട് അവളെ സ്വർണം. അതും വൃത്തിയായിട്ട് പണി കാണിക്കും. അച്ഛനെ വടി ഇങ്ങനെ കറക്കുന്ന സംഭവം അതൊന്ന് പഠിപ്പിക്കും. വടിവേല അറിയോ? പിന്നെ എനിക്കറിയാം തമിഴ്നാടൻ വടിവേലു. അത് വടിവേലു. ഇത് വടിവേല. അതെ അതിങ്ങനെ കറക്കും. കണ്ടോ? മാറി നിൽക്കും. ഇന്നാൾ ഞാൻ തന്നെ എന്റെ തലക്കടിച്ച. കറക്കുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോയ എന്ത് ചെയ്യും? നിന്ന് കൊള്ളണം. എടാ നിന്റെ കയ്യിലിരുന്ന കമ്പല്ലേ എന്തിനാ കളയാൻ പോയെ? അത് തടയാൻ പറ്റത്തില്ലേ? തടയാൻ പറ്റത്തില്ല. കയ്യിൽ നിന്ന് പോയാൽ പോയില്ലേ? മാറി നിൽക്കും. നമ്മള് ഇടത്ത കൈ നോക്കുക. അല്ലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വീട്ടിൽ നിന്ന് വൈഫ് വിളിച്ചോളാം ഓർത്തത്. കഴിഞ്ഞ ദിവസം ചേച്ചിയോട്ട് എന്തോ വീട്ടിൽ അത്ര വഴക്കെന്തുവായിരുന്നു? എന്റെ ഇടവേ ദീപാവലിക്ക് അന്ന് 10 പടക്കം മേടിച്ചു. പൊട്ടിക്കാൻ സമ്മതിക്കത്തില്ല. അതായിരുന്നു വഴക്ക്. അതെന്തുവാ? ആ കാശ് കൊടുത്ത് മേടിച്ചല്ലേ എന്തിനാ പൊട്ടിച്ച് കളയുന്നേന്ന്. അത് കഴിഞ്ഞ് കുളിക്കാൻ സോപ്പ് ചോദിച്ചപ്പം പറയാ പറപ്പിച്ച് കളയാൻ ഇവിടെ ഇല്ലെന്ന്. എന്തോ ചെയ്യാനെന്ന് പറ. എന്തോ കാണിക്കുവാ? ഈ സുറുമി എടുത്തൊന്നും കറക്കട്ടെ. അവര് അഡ്ഡം തള്ളം എല്ലാം പറയും. ഇതാണോ ഇത് ഉറുമി? ഇതെവിടെ കാണുന്നു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ദേഹത്ത് വേദനയാണെന്നറിയോ? എടാ ഇതെന്തുവാന്നറിയോ? അതറിയാം. സംഭവം എന്താ അറിയാം? എന്തുപോലെ വാളും കൊണ്ടുള്ള പരിപാടിയാ. ഏതെങ്കിലും ഒരുത്തൻ ചാവും. അപ്പൊ റീത്ത് വെക്കണ്ടേ? അല്ലാണ്ട് 3 റീത്തായി.
രണ്ടുപേരും പൊക്കോണം. നിങ്ങൾ കാര്യം ചെയ്യും. ഞാനിപ്പോ ഇത്രയും പഠിപ്പിച്ചില്ലേ, നിങ്ങൾ രണ്ടും കൂടെ നല്ലൊരു ഫൈറ്റ് കാണിച്ച്. വാള് വെച്ചാണോ? വാളോ ഇഷ്ടമുള്ള എടുത്തു. ദേഹം പറഞ്ഞാൽ ഞാൻ അന്നേരം കൊണ്ടുപോകും ആശുപത്രി. റീത്തെടുത്തോട്ടെ. റീത്തെടുത്ത് പറഞ്ഞോളൂ. റീത്തോ പരിചയം പരിചയം പരിചയം. ആ വെട്ട് വെട്ട് വെട്ട്. അയ്യോ ഞങ്ങ വെട്ട് വെട്ട്. ഇനി വാള് കളഞ്ഞിട്ട് കൈ കൊണ്ടായിക്കോട്ടെ. എന്താ പിടിച്ചോ പിടിച്ചോ. വിളി അടി അടി. അകത്ത് നിർത്തിക്കേ. നിർത്തടാ. ഇത് ലോക്ക് അഴിക്കേ. അയ്യോ ഞാൻ ഇതാ പേടി, ഞാൻ ഓർത്തതേ ഉള്ളൂ. എടി ഇങ്ങനെയൊക്കെ പിടിച്ച് ലോക്കിടരുത്, എനിക്കത് അടിക്കാറില്ല. ഒന്നുമനെ എനിക്കിത് അറിയാം. പിന്നെ എങ്ങനെ അടിക്കും? എങ്ങനെ അടിച്ചു മാറ്റാൻ നോക്ക്. ഇതെന്തോ എടുത്താടാ ഇത്. ചേടാ ഞാൻ പറഞ്ഞു നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞു. കളരിയാശാനൊന്നും അല്ലേ? ഞാൻ കളരിയാശാനാണോ? പിന്നെ കളരി എന്ന് പറഞ്ഞാൽ ഞാൻ നിലത്തെഴുത്താശാനായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം വെട്ടും കുത്തും മതിയെന്ന്. അങ്ങനെ തുടങ്ങിയൊരു പ്രസ്ഥാനമായത് ഇതാ. കൊള്ളാലാശാന ഇത്. പിന്നല്ലാതെ എനിക്ക് ജീവിക്കണ്ടടാ, ജീവിക്കാൻ ഒരു മാർഗം വേണ്ടേ? അത് കൊള്ളാം. അപ്പൊ ഉടായിപ്പായിരുന്നല്ലേ? സത്യം. നല്ല അടിപൊളി സ്കിറ്റായിരുന്നു. ഒരു ഉഗ്ര കൈഡി വരട്ടെ. പ്രചോദേട്ടാ. രാജേഷേ, ഹരി, സുജിത്തെ, സൂപ്പർ സ്കിറ്റായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. സാധാരണ ഈ കളരി സ്കിറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഒരുപാട് ആൾക്കാർ കളിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കളിച്ചു, പക്ഷേ അതിലുപരി തന്നെ എല്ലാം ഫ്രഷ് കൗണ്ടറുകളായിരുന്നു. അതായത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത കൗണ്ടറുകളായിരുന്നു. ഒന്ന് രണ്ട് സാധനമൊക്കെ ഓതിരങ്കടമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫ് കളി കൊണ്ട് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് ലൈഫ് പ്രസൻറ്റേഷനാണ്. അതായത് ഓരോന്നിനും നമുക്ക് ചിരി വരുന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങൾ അടിക്കുന്നത്. അസാധ്യമായിട്ട് നിങ്ങൾ 3 പേര് പെർഫോം ചെയ്തു. അതിനെടുത്ത് പറയുന്ന ഹരി ഇന്ന് നിങ്ങളുടെ അഴിഞ്ഞാട്ടമായിരുന്നു കേട്ടോ. ഇനിയും നല്ല നല്ല ഇതുപോലെ ചിരിപ്പിക്കുന്ന നല്ല നല്ല സ്കിറ്റുകളുമായിട്ട് വരിക. 3 പേർക്കും, രാജേഷും ഹരി സുജിത്തിന് 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു പ്രചോദേട്ടാ. ഷാജുചേട്ടാ. കാലക്കാറ്റ് സ്കിറ്റായിരുന്നു. തിരുമ്പി വന്നിട്ടേന്ന് സൊല്ല എന്ന് പറയുന്നവരാണ് മലയാളികൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നിങ്ങളുടെ ഒരു വരവ്. അത് നിങ്ങൾ പൊളിച്ചടിക്കുന്നുള്ളതാണ്. നല്ല നല്ല തമാശകൾ ഈ പറയുന്ന പോലെ കളരി നമ്മൾ ഇതിനു മുൻപ് പല സ്കിറ്റുകളിലും കണ്ടിട്ടുണ്ടെങ്കിലും അതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത തമാശകൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. ഹരി പൊളിച്ചു കേട്ടോ. ഹരി രസമായിരുന്നു. ഞാൻ നിങ്ങളോട് 3 പേരോടും ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, സാധാരണ ഒരു മിമിക്രിക്കാരുടെ ഒരു ബോഡി ലാംഗ്വേജോ ഒരു മിമിക്രിക്കാരുടെ സ്പീഡിലോ ഒന്നുമല്ല നിങ്ങൾ സ്കിറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു പ്രത്യേകതയും എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അത് നിങ്ങൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്ത് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാം ഇനി എന്നും മലയാളികൾ ഉള്ളിടത്തോളം കാലം ഓർത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമായിരിക്കും. അത്രയും കാലം മലയാളികൾ ഓർത്തിരിക്കുന്ന ടീമുകളിൽ പ്രധാനപ്പെട്ട ഒരു ടീമായിരിക്കും പത്തനംതിട്ട ടീം. യാതൊരു സംശയമില്ല. ഇനിയും ഒരുപാട് പ്രോഗ്രാമുകളും സിനിമകളും സീരിയൽസും എല്ലാം ഗംഭീരമായിട്ട് ചെയ്ത് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജിയേട്ടാ. നസീർക്ക. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. ഞാൻ പറയാൻ മനസ്സിൽ കൂട്ടിവെച്ച കുറെ കാര്യങ്ങൾ ഇവർ നേരത്തെ എടുത്തടിച്ചു. അതുകൊണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല. പക്ഷെ ഒരു കാര്യം പറയണം കേട്ടോ. നിങ്ങൾ കുറെ എപ്പിസോഡുകൾ വരാതിരുന്നപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് അന്വേഷിച്ചു, അവരെന്താ വരാത്തത്. അപ്പോൾ അവരോട് നമ്മൾ പറയുന്നത് അവർക്ക് പ്രോഗ്രാമിൻ്റെ തിരക്കാണ്, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. പക്ഷേ വന്നത് ഒരു 1.5 വരവായിപ്പോയി. ഹരി ഇതിൻ്റെ അകത്ത് സ്കോർ ചെയ്തു കേട്ടോ, ഭയങ്കരമായിട്ട്. ആ മുടിയുടെ സാധനം അത് അലക്കൊന്ന് കാര്യം ഇങ്ങനെ നടക്കുകയാണെങ്കിൽ. അതേപോലെ ക്ലൈമാക്സ് നമ്മൾ തമാശയിലൂടെയാണ് പറഞ്ഞെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പം 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതേപോലുള്ള ചിരികളുമായിട്ട് അടുത്ത പ്രാവശ്യം ഒട്ടും വൈകാതെ തന്നെ വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പൊ കൈയോട് ഷാജിയേട്ടാ നമുക്ക് മാർക്സ് കൊടുത്തു തുടങ്ങാം. ഈ അടവിന് എത്ര മാർക്ക്? ഈ അടവിനെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാനൊരു 20,000 രൂപ. 20,000 രൂപ. ഓക്കെ നസീർക്ക. ഞാനൊരു 21,000 രൂപ. ഓ വെട്ടി. 2 പേരുടെ ചേർത്ത് 41,000 രൂപ ആയിട്ടുണ്ട്. പ്രചോദേട്ടാ. പത്തനംതിട്ട ടീമിന്റെ അടുത്ത സിൽവർ പഞ്ച്. ഒരു ഇടവേളയ്ക്ക് ശേഷം വന്ന് സിൽവർ പഞ്ച് തൂക്കി സന്തോഷം പറയൂ. സന്തോഷം എന്ന് മാത്രം പറയരുത്, എന്തെങ്കിലും മനസ്സോർന്ന് പറയണം. സന്തോഷം. അല്ല, ഒരുപാട് സന്തോഷം. ഞങ്ങൾ കഴിഞ്ഞ ഒന്ന് ഗ്യാപ്പ് ഇട്ടായിരുന്നു. അത് നമ്മള് പ്രോഗ്രാം കാരണമൊക്കെ ആയിരുന്നു. ഈ സീസണിൽ ഇപ്പം ചുമ്മാ ഒന്ന് എണ്ണിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എത്ര സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ടാവും? വെറുതെ ഒന്ന് ഇന്നത്തെ ചെയ്യുമ്പോൾ 69ാമത്തെ സ്റ്റേജ്. 69ാമത്തെ സ്റ്റേജ് ഷോസ് ആണ്. ഇനി ഈ ഒരു സീസണിൽ ഇനി എത്രണ്ണം കൂടെ ഉണ്ടാവും ഏകദേശം? ഇനി ഒരു 45-46 ചെയ്യും. അത് നിലവിലെടുത്തിരിക്കുന്നത്, വരാനുള്ളത് വേറെ കിടക്കും.
പറയൂ. ഒരുപാട് സന്തോഷമുണ്ട്. അതറിയാം ഡെലിവറി കിട്ടുമ്പോ നിങ്ങൾക്ക് ദണ്ണം ഉണ്ടാകത്തില്ല. അല്ല അവന് ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അല്ല ഹരിയാണോ കട തുടങ്ങിയ മറ്റേ തയ്യക്കട തുടങ്ങിയ എങ്ങനെ വനജ ടീച്ചറിന്റെ വൈഫ് നേരത്തെ ഒരു കടയിൽ കൂലിക്കിരിക്കുമായിരുന്നു. ഓ ശരി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒരു കട സ്വന്തമായിട്ട് അങ്ങ് തുടങ്ങാം. അപ്പൊ അവർക്കാണ് ഞാനിങ്ങ് പോരുന്നതുകൊണ്ട് വീട്ടിൽ ചില സംഗതി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വൈഫിന് അവധി എടുക്കുന്നതായിട്ട് വരുന്നു. അപ്പൊ ഇവിടുന്ന് കിട്ടുന്നൊന്നും കൊടുക്കുന്നില്ല വീട്ടില്? അത് തികയത്തില്ല. മക്കൾക്ക് എന്തെങ്കിലും ഒരു സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കേസ് കേട്ട് ഇതൊക്കെ വരുമ്പോ അവധി എടുക്കുന്നതാണ് അവര് നമ്മളോട് തുടങ്ങും കടയിൽ. അപ്പൊ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഇനി പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തയ്യൽ നല്ലപോലെ അറിയാം. അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പൊ സ്വന്തമായിട്ട് നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ ഇഷ്ടമുള്ള ചെന്ന് തുറക്കുവോ. കടയിടാനുള്ള ചെലവും കാര്യങ്ങളെല്ലാം ഹരി അധ്വാനിച്ചുണ്ടാക്കി. അതായത് ഫ്ലവേഴ്സിൽ നിന്ന് ഇവിടം മുതലുള്ള അധ്വാനത്തിൽ നിന്നും സ്റ്റേജ് ഷോ ഉണ്ടാക്കി ഇതുകൊണ്ട് സ്വന്തമായിട്ട് ഭാര്യയ്ക്ക് ഒരു തയ്യൽ കട ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ഫ്ലവേഴ്സിയോട് ഒരുപാട് നന്ദി അറിയിക്കണം. ഞാനിവിടെ വന്നതുകൊണ്ടാണ് അത് പറ്റിയത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കട ഇട്ടിട്ട് നടക്കും. ഇതുവരെയും കിട്ടിയ എമൗണ്ടിലെ 10 പൈസ പോലും ചെലവാക്കാതെ ഫുൾ പൈസ ബാങ്കിലിട്ട് സൂക്ഷിക്കുന്ന ഒരാൾ ഈ 3 പേരിൽ ഒരാളുണ്ട്. ഇങ്ങേറ്റം നിൽക്കുന്ന സുജിത്ത് എന്ന് പറയുന്ന 5 പൈസ ചെലവില്ല, ഫുൾ പൈസ ബാങ്കിലായിട്ട് സൂക്ഷിക്കും. അത് സൊസൈറ്റിയിലാണ്. സൊസൈറ്റിയില കാരണം അല്ലെങ്കിൽ അവര് ജിപ്തി ചെയ്തുണ്ടോ അതുകൊണ്ട്. ബാങ്കിന് 3 ലക്ഷം രൂപ ലഭിച്ച് ഇതുണ്ടായിരുന്നു, ലോൺ കടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ഇടക്കാലത്തായിട്ട് ജിപ്തി വന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. എൻ്റെ വീട്ടിലൊക്കെ വന്നു. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന പൈസയെല്ലാം എന്റെ വനജ ടീച്ചറുടെ തയ്യൽ കടയിലാണ്. അപ്പൊ അതിനൊരു ആശംസ 3 പേരും കൂടെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും പറയാം. റാന്നി വൈക്കം എന്ന സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഹരിയുടെ ഭാര്യ സജിത തുടങ്ങിയിട്ടുള്ള വനജ ടീച്ചറിന്റെ തയ്യക്കടയ്ക്ക് ഞങ്ങളുടെ 3 പേരുടെയും എല്ലാവിധ ആശംസകളും. അപ്പൊ അവിടെയുള്ള ആരും വേറെ ഒന്നും ഇനി ചിന്തിക്കേണ്ട, തുണിയെടുക്കുക, നേരെ വനജ ടീച്ചറുടെ തയ്യക്കടയിലോട്ട് പോവുക, അടിപൊളിയായിട്ട് തയ്ച്ചു തരും. പോരെ? ഓക്കെ. ഇനി സുഹൃത്തിന്റെ ബാക്കി ആ ലോണിന്റെ കാര്യം ബാക്കിയോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ ഇപ്പം പിന്നെ കടങ്ങളൊക്കെ ഒരുവിധമൊക്കെ അടഞ്ഞു വരുന്നുണ്ട്. പിന്നെ വീട്ടിലെ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ വെരി ഗുഡ് അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി. അതൊക്കെ മനസ്സിലൊരു മോഹമായിരുന്നു. അതൊക്കെ അതെ, കല്യാണം കഴിക്കാനുള്ള ഒരു മനസ്സിലാവുന്നുണ്ട്. വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ച് പയ്യെ ചെറുതായിട്ട് കല്യാണം തുടക്കം കൂടിയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ, ഞങ്ങളും പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. അപ്പോ അടുത്ത വർഷം കാണാം. പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓക്കെ, എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റും കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം അടുത്ത സ്കിറ്റ് റെഡി. കൊച്ചപ്രതിഭേട്ടനുണ്ട്, കിഷോറേട്ടനുണ്ട്, അജേഷ് ഉണ്ട്. അടിപൊളി. അയ്യോ വിളിച്ചു കൂവണ്ട, നിനക്ക് തരാം. ഓ എന്തുവാന്ന് ആദ്യം കൊടുത്തില്ലെങ്കില് ഭയങ്കര പിണക്കമാന്ന് തോന്നില്ലയോ? നിന്നെ എനിക്ക് എല്ലിയോടി ഏറ്റവും കൂടുതൽ ഇഷ്ടം. തരുന്നതിന് മുമ്പേ ഞാൻ പറയുന്ന അതുപോലെ പറയണം, എന്നാണ് തരത്തുള്ളേ. തത്തമ്മേ പൂച്ച പൂച്ച. ഓ വെടുക്കി ഒരു ദിവസം കൊണ്ട് പഠിച്ചു. അപ്പൊ ഇനി വേറെ സംഭവം അങ്കിള് പറയാം, അത് പറയണേ. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഒത്തുചത്ത് കുത്തിയിരുന്നു. നിന്നെ സ്നേഹിക്കുന്നതിന് എനിക്ക് നല്ല ശിക്ഷയായത്. എന്നാ തിന്നാട്ടെ. ഇതെന്തോ തത്തയാന്നോ പട്ടിയാന്നോ കടിച്ചു പറിച്ചു കളഞ്ഞല്ലോ. നിന്നെ അഹങ്കാരം കൂടിയത് കൊണ്ടാ നിന്നെ ഇന്ന് വൈകിട്ട് വില്ലേജ് ഓഫീസർ വന്ന് കൊണ്ടുപോകുമ്പോടി നീ ഇവിടെ ഇരിക്കട്ടോ. നിനക്ക് അഹങ്കാരമാണ്, നീ അകത്തിരുന്നാ മതി. അകത്തിരുന്നാ മതി നീ കേട്ടോ, അഹങ്കാരി. എന്താ കാണിക്കുക? സെക്യൂരിറ്റി ചെക്കപ്പ്. എടോ സെക്യൂരിറ്റി തനിക്ക് ചെക്കപ്പ് ചെയ്യണമെന്നുണ്ടെ വല്ല ആശുപത്രിയിലും പോകണം, ഇവിടെ അല്ല വരേണ്ടത്. എടോ ഞാൻ ഷാഡോ പോലീസാണ്, ഞാൻ നോർത്തിലെ ഹെഡ് കോൺസ്റ്റബിൾ ആണ്. ഹെഡ് കോൺസ്റ്റബിൾ ആണോ? അപ്പൊ പേര് കുട്ടമ്പിള്ള. ഹെഡ് കോൺസ്റ്റബിൾ ആദിദേവ്. ആദിദേവ്? പിന്നെ
ഈ ഡാഷ് ഉണ്ടോ? എന്തിനാ സാറിന് പൂരിപ്പിക്കാനാന്ന്? അതല്ല, ഈ ഡാഷ് എന്ന് പറയുന്ന ഒരു പട്ടി ഉണ്ടല്ലോ. അത് ആ, ഈ പട്ടി ഇങ്ങനെ കുണുകുണുന്നാ പോകുന്നത്. ഒരെണ്ണം ഉണ്ടായിരുന്നു. രാവിലെ ഒരു ഡാഷ് ബോംബ് ഒന്ന് വാങ്ങിച്ചോണ്ട് പോയി. അല്ല, ആ ചെറുക്കന്റെ പേര് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഓ പറഞ്ഞു. അങ്ങനെ ഇവിടെ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നു, പള്ളിയിൽ പോയപ്പോ ഇപ്പൊ വരും. എന്തോന്ന്? എന്റെ ഭാര്യ. അതല്ലേ ചോദിച്ചത്, ഇവിടെ സ്ഫോടക വസ്തുക്കൾ വല്ലതും ഉണ്ടോന്ന്. എന്റെ സാറേ, ഇത് ഞാൻ ഈ കിളികളെ മൃഗങ്ങളെ ഒക്കെ വിൽക്കുന്ന കടയിൽ ഇവിടെ വന്ന് സ്ഫോടക വസ്തു ഇറക്കേണ്ട കാര്യം എന്തുവാ? അവിടെ എസ് ഐ അദ്ദേഹം ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന്. ആ, എസ് ഐ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എസ് ഐ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് അദ്ദേഹം വന്നു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. അല്ല സാറേ, സംഭവം എന്നെ പറ്റി നാട്ടുകാരെ എന്തേലും കള്ളപ്പരാതി കൊടുത്ത് എന്നെ പിടിക്കാൻ വരുമായിരിക്കും മിക്കവാറും. എന്തിനും കൈമടക്ക് കൊടുത്താൽ പുള്ളി ഒതുക്കാൻ പറ്റുമോ? നീ ഉദ്ദേശിക്കുന്നതൊക്കെ പുള്ളി ചില്ലറക്കാരനൊന്നും അല്ല. എടാ, മുട്ടൻ ജംഗ്ഷനിൽ 8 പേരെ ഡ്രം സെറ്റ് അടിക്കുന്നതൊക്കെ ഞരിമുര വെട്ടി നുറുക്കിയ ഊണ്ട ബിരുവിനെ ഒറ്റ അടിക്ക് അകത്താക്കിയ ആളാ എസ് ഐ ബെഞ്ചമിൻ അലോഷ്യസ്. ഞാൻ ഒരു കാര്യം പറയാം, പുള്ളി ഇങ്ങോട്ട് വരുമ്പം ഭയഭക്തി ബഹുമാനത്തോടെ ഞാൻ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്കിട്ട് കൊള്ളും. അതെ, ഞാൻ പറഞ്ഞു ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സാർ കഴിയുന്നിട്ട് കളിച്ചോളും. കേറി വാ. എക്സ്ക്യൂസ് മീ. എന്താ സാറേ? എന്തിനാ വന്നോണ്ട് എന്നെ തല്ലിയത്? എടാ, ഒരു സ്ഥാപനം നടത്തുമ്പോ ഉത്തരവാദിത്തമായിട്ട് നടത്തണം. എന്നാ വാതിലാണ് അവിടെ പണിത് വെച്ചാണ്. ഞാൻ വാതിൽ കടന്നു വന്നപ്പോ എന്നെ പിടിച്ചു നിർത്തി. ആര് പിടിച്ചു നിർത്തിയെന്ന്? എന്റെ മീശ. മീശയോ? ആ, എടാ, മീശയുടെ തുമ്പ് മുട്ടിയിട്ട് കട്ട്ലേമ കുടുങ്ങി ബ്ലോക്കായി നിന്ന് ഞാൻ അവിടെ. എന്റെ പൊന്ന് സാറേ, ഒരാൾക്ക് സുഖമായിട്ട് കയറി വരാം. ഏത് വാതിൽ കൂടെ വന്നത്? ആണ്ടാ വാതില്. അത് വാതിലല്ല, ജനലാ അത്. വാതില് പണിയോർത്ത് കൊണ്ടുപോയി ജനല് പടുത്തു വെക്കണോ? എനിക്കറിയാം ഇങ്ങോട്ട് വന്നേ. നാട്ടുകാരുടെ പരാതി എന്നെ പോക്കാൻ വന്നില്ലയോ? എന്ത് പരാതി? പരാതി എന്ന് പറഞ്ഞാലേ, അതെ സാറേ, ഈ നാട്ടുകാർ മഹാ കുശുംബന്മാരാ. നമ്മളൊരു കച്ചവടം ചെയ്ത് പുരോഗതിയിലെത്തുമ്പോ അവർക്ക് ഈ കുശുംബം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനിവിടെ ഈ കിളികളെയും പക്ഷികളെയൊക്കെ വിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ സാറേ, ഞാൻ ഇതിനെയൊക്കെ വിൽക്കും. എന്നിട്ട് രാത്രി തന്നെ ഞാൻ പോയി തിരിച്ച് കട്ടെടുത്തോണ്ട് പിന്നെ ഇവിടെ കൊണ്ടുവെക്കും. അതിന്റെ ഈ നാട്ടുകാർ തന്ന പരാതി. അതെന്നെ പരിപാടിയാണ്? അത് ഞാൻ നിയമപരമായിട്ടാ ചെയ്യുന്നേ. എന്നാ നിയമം? ഞാൻ ആ ബില്ലിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വിറ്റ സാധനം തിരിച്ചെടുക്കുമെന്ന്. എന്നാലും മൂട്ടിച്ചെന്ന് പറയില്ലല്ലടാ റാസ്കൽ. വേണേ തല്ലിക്കൊന്നോ, ഈ കോക്കാച്ചുമോറ് കാണിച്ച് പേടിപ്പിക്കല്ലേ. വെറുതെ സാർ, ഇന്റലിജൻസിൽ നിന്ന് രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. രഹസ്യ വിവരോ? എന്നാ പിന്നെ അനൗൺസ്മെന്റ് ചെയ്യണോ? രഹസ്യ വിവരം രഹസ്യമായിട്ട് പറയണോ? സോറി സാർ. വയമ്പടിപ്പുണ്ടോ? എന്തിനാ സാറേ തത്തയ്ക്ക് കൊടുക്കണത്? എന്തുണ്ട്? എന്തിനാ ഇവനെ കൊണ്ടൊന്നും വർത്താനം പറയിക്കാൻ മര്യാദക്ക് പറയണോ? സാർ, ഇന്ന് രാത്രി 11 മണിക്ക് കടവന്ത്ര പാലത്തിന്റെ അടിയിൽ വെച്ച് കീരിവാസുവും സംഘവും കീരിവാസുവിന്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു. നടത്തിക്കില്ല ഞാൻ. ഈ ടൗണിൽ ഈ എസ് ഐ ബെഞ്ചമിൻ അൽസേഷ്യൻ. അതൊരു പട്ടിയാ. ഈ ബെഞ്ചമിൻ അൽസിമേഷ്യസ്. സാർ, അതൊരു മറവി രോഗമാണ്. വായിക്കൊള്ളാത്ത പേര് വിട്ട് തന്നേച്ച് നേരത്തെ മേളിലേക്ക് പോയല്ലേ അപ്പച്ച. ഈ പുള്ളിക്കാരൻ ഇവിടെ എസ് ഐ ആയിട്ട് ഇരിക്കുന്നവർത്തോളം കാലം ഇത് ഞാൻ നടത്തിക്കില്ല. നമ്മൾ കൃത്യം 10 മണിക്ക് അവിടെ ചെല്ലും. സാർ, നമ്മൾ അവിടെ 10 മണിക്ക് അവന്മാർ നമ്മൾ ചെന്നെന്ന് പറഞ്ഞാൽ അവിടെ കൂടൂല. നമുക്കൊരു 11:05 ചെന്നാ മതി. 11 മണിക്ക് തന്നെ കേക്കിന്റെ പലക പോലെ കിട്ടും. എനിക്ക് ഫ്രഷ് പീസ് വേണം, ചെറി വച്ചത്. എന്റെ പൊന്ന് സാറേ, ബഹളം ഉണ്ടാക്കരുത്. അറ്റാക്ക് വന്ന് ചത്തുപോയി ഇൻക്യുബേറ്റർ വെച്ച് വിരിയിച്ചതാ ഇതൊക്കെ. എന്നെയോ? ഈ കിളിയെ കസ്റ്റമേഴ്സ് വരുന്ന സമയമാണ്. പോലീസുകാർ നിൽക്കുന്നുണ്ട്, അവര് കേർത്ത് പോലും വിട്ടുപോകും. എന്നെ കണ്ടിട്ട് നിനക്ക് കസ്റ്റമറായിട്ട് തോന്നിയില്ലേ? സാറ് കസ്റ്റമറാണോ? പിന്നെ ഞാനല്ലടാ കുക്കുംബറോ. അതെ, സാറിന്റെ മോന് സംസാരിക്കുന്ന ഒരു തത്തേ വേണം. സാർ എന്താ മോനോട് സംസാരിക്കത്തില്ലേ? മോന് സംസാരിക്കുന്ന തന്ത വേണമെന്ന് പറഞ്ഞു. തത്ത വേണം? എന്റെ പൊന്നു സാറാ, നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്നത്. ഇവിടെ തത്ത മാത്രമല്ല, ഇവിടെ ഇഷ്ടംമാതിരി മൃഗങ്ങൾ, ഓമന മൃഗങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. ഞാൻ സാറിന് വെറൈറ്റി ഒരു സാധനം തരാം. അരാപ്പായി പറയട്ടെ. അല്ല സാറ്, ഒരു മീനാ. ആ മീനെന്ന് പറഞ്ഞാല് നമ്മള് വീട്ടിൽ കൊണ്ട് വളർത്തണം ഇതിനെ. ഇതിപ്പോ ഇത്രയേ ഉള്ളൂ. ഇത് വളരുമ്പം നമ്മുടെ ഐശ്വര്യം വളരും. വളർന്ന് 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 ഇത്രയൊക്കെ ആകുമ്പോ നമ്മുടെ ഐശ്വര്യം കൂടെ അങ്ങ് വളരും. അങ്ങ് എനിക്ക് വേണ്ട. എന്താ? എന്നെക്കായി അപ്പുറം വളർന്ന എനിക്ക് ഈഗോ അടിക്കും. ഈ അരാപ്പയ്മ പറഞ്ഞാലേ വീട്ടിൽ വളർത്തിയ വീട്ടിൽ ഭയങ്കര സൗഭാഗ്യം വരും. ഇതിന് എത്ര കാശാവും? അരാപ്പയ്മയ്ക്ക് 35,000 രൂപ. 35,000 രൂപ, ഒരു 5,000 രൂപ അങ്ങ് തരും. 5,000 രൂപയ്ക്ക് അരാപ്പയ്മ കിട്ടത്തില്ല. എനിക്കൊരു ക്വാർട്ടർ പൈമ മതി. അവരവരുടെ സൈസിനുള്ള പോലെ, പിന്നെ കാശുമില്ലാതെ. ഈ തത്തകളൊക്കെ സാറിനൊന്ന് പരിചയപ്പെടുത്തി തരാം. സാർ ഇങ്ങോട്ട് നോക്കിയേ. ഈ കിളിയെ കണ്ടോ?
ഇത് ഓസ്ട്രേലിയയിലുള്ള ഡിഗ്നോ ജീവ എന്ന് പറഞ്ഞൊരു കിളിയും നമ്മുടെ നാട്ടിലുള്ള കരിയില കിളിയും തമ്മിൽ ബ്രീഡ് ചെയ്തുണ്ടാക്കിയ സ്പെഷ്യൽ കിളിയാണിത്. ഇതോ 35,000 രൂപ ഇതിന്റെ വില. ഈ മൃങ്ങസ്യാന്ന് പറഞ്ഞിരിക്കണ കിളിക്കോ? അയ്യോടാ. ഇരിക്കുന്നു നോക്കണ്ട, കിടക്ക സാധനം അത്. പിന്നെ വേണ്ടേ ഈ കിളിയെ കണ്ടോ? ഇത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലുള്ള എന്ന് പറഞ്ഞൊരു കിളിയുണ്ട്. അങ്ങനെ കിളിയും നമ്മുടെ അടയ്ക്കാക്കുരുവിയും തമ്മിൽ ബ്രീഡ് ചെയ്ത് ഉണ്ടായ കിളിയായത്. വെറുതെ അല്ലാതെ അടങ്ങി ഒതുങ്ങിയിരിക്കണത്. പിന്നെ സാറേ, ഇവിടെ കൂടുതൽ ഈ ബ്രീഡ് ചെയ്യിക്കുന്നത് മൂങ്ങയാണ്. അതെന്നാ? മൂങ്ങയ്ക്ക് പകല് കണ്ണ് കാണാൻ പാടില്ലല്ലോ. പെറ്റ് ഷോപ്പിന്റെ മറവിൽ പക്ഷികളെ വെച്ച് അനാശാസ്യം നടത്തുന്നു. അതും കാഴ്ച ശക്തിയില്ലാത്ത മൂങ്ങയെ വെച്ച് കൊല്ലട്ടെ ഇവനെ. ആരെന്നെ തെറി പറഞ്ഞത്? അയ്യോ, തെറി പറഞ്ഞാന്നോ? അത് മിട്ടുവാ. മിട്ടുവല്ല, ഏത് കുട്ടുവായാലും അവരെ അപ്പൊക്കിയിരിക്കും. സാറേ, അതൊരു തത്തയാന്ന്, കുഞ്ഞൊരു തത്തയാ. മിട്ടു സംസാരിക്കുന്ന തത്ത. അതിനെനിക്ക് വേണം. അയ്യോ, അത് തരാൻ പറ്റത്തില്ല. അല്ല, അതിനെനിക്ക് വേണം. അല്ല സാറേ, പ്ലീസ്. അത് വില്ലേജ് ഓഫീസർ അഡ്വാൻസ് തന്നിട്ട് പോയാ വൈകിട്ട് കൊണ്ടുപോകുന്നത്. വില്ലേജ് ഓഫീസർ അല്ല, മജിസ്ട്രേറ്റ് വന്നാലും SI സാറ് കൊണ്ടുപോയി അവിടെ പറഞ്ഞാൽ മതി. സാറിന് കൊടുക്കണം. എന്റെ പൊന്ന് സാർ, അത് പറ്റത്തില്ല. അതിനാ പറ്റാത്തത്? ഞാൻ ഈ കച്ചവടത്തിൽ നേരും നെറിയും നോക്കുന്നവനാ. സത്യസന്ധത വിട്ട് ഒരു പരിപാടിക്ക് ഞാൻ പോകും. എന്തോ നേരും നെറിയും കച്ചവടത്തിൽ സത്യസന്ധത. നാട്ടുകാരെ കിളീനെ കട്ടുകൊണ്ടുപോയി നമ്മളുടെ പരാതി എന്റെ മേശപ്പുറത്ത് ഒരു ചുളിവില്ലാണ്ടിരിപ്പുണ്ട്. ഞാൻ നേരെ മേളിൽ കഴിക്കണോ? എന്നെ പൊന്ന് സാർ, സാറൊരു കാര്യം ചെയ്യും. ആ ഭാഗത്തെ വേറെ തത്തകളൊക്കെ ഉണ്ട്. അതിന് ഒരെണ്ണത്തിന് സാർ എടുത്തോ, ഞാൻ സംസാരിപ്പിച്ച് തന്നാ പോരെ. ഒന്ന് കണ്ടില്ലെങ്കിൽ നിന്റെ പിന്നെ ഫോണോടെ വെച്ചിട്ട് പോരല്ലേ. സംസാരിക്കുന്ന തത്തയാ, അതെടുത്ത് ആരെങ്കിലും വിളിക്കും. പിന്നെ എനിക്ക് കാര്യം കേട്ടെ, ഈ പെറ്റ് സെന്ററിലൊക്കെ രഹസ്യമായിട്ട് ഇരുതല മൂരിയെ വളർത്തുന്ന കേട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടാ? ഞാനേ ഒരു 6 മാസം മുമ്പ് ഒരു ഇരുതല മൂരി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല, ചത്തുപോയത്. അതെങ്ങനെ? അത് ഇരുതല മൂരിക്ക് ഞാൻ ഈ 2 സൈഡിൽ കൂടെ ഭക്ഷണം കൊടുത്തിട്ട് വയറ് വീർത്ത് പൊട്ടി തെറിച്ചു. അങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റി. പുതിയ പട്ടി ഇറങ്ങിയിട്ടുണ്ടല്ലേ പാളയംകോടൻ പട്ടി. അതുണ്ടാ ഇവിടെ? ഇത് പഴക്കടയാണോ? ഇത് പാളയംകോടനൊക്കെ ഇങ്ങനെ നീണ്ടിരുന്നിട്ടേ ഈ പട്ടിയിൽ അടിച്ച പോലെ കാലുള്ള പട്ടി. അഭ്യസ്ത വിദ്യ. പാളയംകോടൻ പട്ടി അല്ല, രാജപാളയം പട്ടി. എന്റെ പൊന്ന് സാറ്, എന്താ പറ്റി ഇപ്പം? എടാ, പട്ടി വെച്ചെടുക്കാന്ന് പറയണ്ടേ? അതെന്നെ കടിച്ചു പറിച്ച്. ആ പെറ്റ് കിടക്കുന്നതിന്റെ അടുത്തോട്ടെ വെറും കൈയോടെ പോലെ വല്ല ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ട് പോണമായിരുന്നു. എന്റെ പെങ്ങളുടെ കൊച്ചല്ലേ അവിടെ പ്രസവിച്ചു കൊടുക്കുന്നത്. ഫ്രൂട്ട്സ് ആയിട്ട് ചെല്ലാനും കഴിയാൻ വേണ്ടിട്ട് ഈ പുള്ളി വന്നപ്പോ പോലെ എന്നെ അടിക്കും. ആ സമയം കൊണ്ട് 4 കൗണ്ടർ അടിക്കാനുള്ളതിന്. സാറേ, നമുക്ക് ഈ തത്തേ നോക്കിട്ടേ ഏതെങ്കിലും നല്ല തത്തേ നോക്കി മേടിക്കാം. സാറും കൊണ്ടുപോവാ. ഓക്കെ, പെട്ടെന്ന് പോവാം. ആരാ എന്നെ ഇപ്പൊ കള്ളാന്ന് വിളിച്ചത്? സാറേ, എന്നെ ഇപ്പൊ ആരാ കള്ളാന്ന് വിളിച്ചെന്ന്? ഞാനല്ല, എനിക്ക് തോന്നിയതായിരിക്കും. സാർ വാ, ഏത് തത്തേ നോക്കാം, എന്നിട്ട് മേടിച്ചോണ്ട് പോവാം പെട്ടെന്ന്. സാറേ, അകത്ത് കിടക്കുന്ന സംസാരിക്കുന്ന തത്തയില്ലേ, അതുപോലെ ഇവിടെ കള്ള വിളിച്ച എനിക്ക് തോന്നി. ആ കിളിയുടെ അതേ കൊച്ച കേട്ടോ. മിമിക്രി. ആര്? ഞാൻ. പിന്നെ കള്ളം പറയരുത് സാറേ. സത്യം പറ സാറേ. എടാ, അവൻ എന്നാ പറഞ്ഞേ? സംസാരിക്കണ തത്തേനെ ചോദിച്ചപ്പോ വില്ലേജ് ഓഫീസർ കൊണ്ടുപോയേക്ക് വന്നു. ചെറുപ്പം പോലെ എന്റെ ഒരു ഒറ്റ കേസുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ ഞാൻ അതിനെ പൊക്കും. സാറേ, അവൻ കണ്ടോണ്ടോന്ന് കേസ് കൊടുത്താലേ സാർ സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. ഞാൻ ഡെയിലി സ്റ്റേഷനിൽ കയറി ഇറങ്ങണതാ. അവൻ ചമ്മിപ്പോ. എന്റെ പൊന്ന് സാറേ, ഇത്രയും നല്ലൊരു SI ഒരു കുഞ്ഞ് തത്തെ മോഷ്ടിച്ചെന്ന് പത്രത്തിലും ഇതിലൊക്കെ പടം വരുമെന്ന്. നമുക്ക് സൈസിനുള്ളത് പോക്കറ്റിൽ ഒതുങ്ങണല്ലേ പൊക്കാൻ പറ്റുള്ളൂ. ആ പട്ടി കുഞ്ഞിനെടുത്ത പോക്കറ്റിലിടാൻ പറ്റുമോ? സാറേ, ചെറുക്കം വരുന്നത് എനിക്ക് വയ്യ. നിനക്ക് പ്രമോഷൻ തരാം. നോട്ടിച്ചുള്ള പ്രമോഷൻ എനിക്ക് വേണ്ട. ചെറുക്കം കൊണ്ട് വരുന്നത് അനങ്ങാൻ നിക്കണേ സാറേ. നോക്കി സാറേ, കിളി കിളികളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പട്ടിയൊക്കെ വേണേ നോക്കണേ. എന്താ സാറേ? ഒന്നുമില്ല സാറേ, ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പ്രഭുദേവയുടെ ഭയങ്കര ഫാൻസാ. ഇടക്കിടക്ക് ഇങ്ങനെ കളിക്കുന്നു. റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സാറേ, ഒരു കാര്യം പറ്റിക്കൊന്നാണ്. എന്തു പറ്റി? പോക്കറ്റ് കടിച്ചു കീറി. എന്താ പറ്റി സാറേ? സല്യൂട്ട് അടിക്കണോ? എന്താ കാണിക്കുക? വ്യായാമം
ചെയ്യുന്നതാ. ഇത് രാവിലെ സാറ് വ്യായാമം ചെയ്തില്ല. ഒരു ദിവസം എപ്പോഴെങ്കിലും വ്യായാമം ചെയ്യും. അങ്ങനെ ഉത്തരവാദിത്തമുള്ള പോലീസ് എന്ന് വല്ലാഴി കൊല്ലുണ്ടോ? പിടിച്ചെടുത്ത് സാറിനെ പിടിച്ചെടുത്ത് തല ഇറങ്ങുന്നു തോന്നുന്നു. സാറേ ഇരിക്കേ ഇരിക്കേ. അല്ല ഇവിടുന്ന് പോകുമ്പോഴേ ബേക്കറിയിൽ നിന്ന് പലഹാരം പിടിക്കണമെന്ന് പറഞ്ഞാ. സാറേ ഫ്രണ്ടിലോ സാറിന്റെ ഫ്രണ്ടിന് ഒരു ബേക്കറി ഉണ്ട്, അവിടുന്ന് തന്നെ മേടിക്കണമെന്ന് പറഞ്ഞ. അത് കൊള്ളാം. സൈഡ് സൈഡോ? സ്റ്റൈല് മോഹൻലാലിന് ഒരു സ്റ്റൈല്, മമ്മൂട്ടിക്ക് ഒരു സ്റ്റൈല്, സാറിന് വേറെ സ്റ്റൈല്. എനിക്ക് പറഞ്ഞ കലാകാരനാ ഇത്. സാറേ 2 പൊതി കഞ്ചാവുമായി 2 യുവാക്കൾ പുറപ്പെട്ടിട്ടുണ്ടെന്ന്. വല്ലോടത്തും പോട്ടേടോ. വയറ്റിലെന്നാ പുറപ്പെട്ടിരിക്കുന്നത്. വയറ്റിലെന്ന് പുറപ്പെട്ടു. അമ്മ ഇടുക്കിയിലേക്കാ പോയിരിക്കുന്നത്. അയ്യോ ഇടുക്കിയിലെത്തുന്നതിന് മുമ്പ് പിടിക്കണേ. അയ്യോ കാലടിയിലിട്ട് ബ്ലോക്ക് ചെയ്താലോ? കാലടി വഴി എത്തുള്ളടോ. അപ്പൊ കോതമംഗലം സാറേ എനിക്കൊരു പരാതിയുണ്ട്. പരാതി സാറേ എന്നെ സംസാരിക്കുന്നതെ കാണുന്നില്ല സാറേ. അതെവിടെയും പറന്നു പോയി കാണും. പറന്നു പോകത്തില്ല. ഞാൻ ഇപ്പൊ തീറ്റ കൊടുത്തിട്ട് വന്നല്ലയോ സാറേ. എന്നെ സംസാരിക്കുന്ന തത്തെ കണ്ടുപിടിച്ച് താ സാറേ. സംസാരിക്കണ തത്ത അത് സംസാരിക്കണ തത്തയല്ല, പിന്നെ സംസാരിക്കണ കഴുകനാണ്. കഴുകൻ കൊണ്ടുപോണ അതിന്റെ തത്ത. നല്ലൊരു കയ്യടി പ്രചോദേട്ടാ. പ്രദീപേ, കിഷോർജി, അജേഷേ, പട്ടക്ക വരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഏറ്റവും അധികം കൈഡി തരേണ്ടത് ഇതിൻ്റെ ഒരു സെറ്റ് വർക്ക് എന്ന് പറയുന്നൊരു സാധനം അല്ലേ, പെറ്റ് ഷോപ്പ് എന്ന് പറയുന്നൊരു സാധനത്തിൽ എല്ലാം കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തൊരു ആർട്ട് ടീമിന് വീണ്ടും സല്യൂട്ട് തരികയാണ്. ഇതിനകത്ത് ഏറ്റവും അധികം നമുക്ക് നിങ്ങൾ രണ്ടുപേരും അജേഷും കിഷോർജി ആണെങ്കിലും പ്രദീപിനെ മെയിനായിട്ട് കളിക്കാൻ അങ്ങോട്ട് വിട്ടു. ആ കളി പ്രദീപ് ഗംഭീരമായിട്ട് കളിച്ചു. പ്രദീപ് വന്ന് എപ്പോൾ വന്ന് ലാൻഡ് ചെയ്തോ അവിടം തൊട്ടൊരു കയറ്റം അങ്ങോട്ട് കയറിയിട്ട് ഈ സ്കിറ്റ് എന്ന് പറയുന്ന വേറെ ലെവലിലേക്ക് പോയി കേട്ടോ. വേറെ ലെവലിലേക്ക് പോയി. ഈ തത്തെ പോക്കറ്റിനിട്ടതിന് ശേഷം പ്രദീപിൻ്റെ എക്സ്പ്രഷൻ പരിപാടികൾ അത് ഒരു രക്ഷയില്ല. പ്രദീപെ ഒരു ഉഗ്രം ഗൈഡ് പ്രദീപ്. ആ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ തത്ത ഇതിലേക്കൂടെ സഞ്ചരിച്ചു മനസ്സിലായി. അത് 3 പേരും ഗംഭീര പെർഫോമൻസ് ആണ്. പ്രദീപെ അടിപൊളി. 3 പേരും കിഷോർജി ആണെങ്കിലും അതെ, അജേഷ് ആണെങ്കിലും അല്ലെ, 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രാജൻ ചേട്ടാ. ഉഗ്ര സ്കിറ്റായിരുന്നു. ഉഗ്ര സ്കിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലോട്ടിന് തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മളിപ്പോൾ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർക്ക് പെറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത് അവിടെ വെച്ചിട്ടൊരു സ്കിറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇത് എങ്ങോട്ടായിരിക്കും ഇത് പോകുന്നത്, ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നൊക്കെ ഒരുപാട് ഞാനിന്ന് ആലോചിച്ചു. ഞാൻ ആലോചിച്ച വഴിയിലൊന്നും അല്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ 3 പേർക്കും പ്രത്യേകം കൈഡി ഉണ്ട് കേട്ടോ. ഇപ്പോൾ തുടങ്ങി വെച്ച അജേഷ് ആണെങ്കിൽ തൊട്ടുപുറകെ കിഷോഭായി വന്ന് നിങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്ത് അവിടോട്ടാണ് നമ്മുടെ പ്രദീപിൻ്റെ എൻട്രി. പ്രദീപെ ഒരു രക്ഷയുമില്ലാത്തൊരു ഗംഭീര ഒരു കറ തീർന്ന കലാകാരൻ എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് ഞങ്ങളെയൊക്കെ നോക്കിയിട്ട് ആ കിളിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ കണ്ണടച്ചിട്ട് വളരെ കൂളായിട്ട് നിന്നിട്ട് വെച്ചലക്കുകയാണ്. പ്രദീപ് വന്ന ആ ഏരിയ മുതലാണ് സ്കിറ്റ് മീൻസ് ആ നിങ്ങളുടെ ആ റൂട്ടിലോട്ട് വന്നങ്ങ് വീണത്. അവിടെ മുതൽ പിന്നെ ഒരു പോക്കായിരുന്നു അങ്ങോട്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഇത് തന്നെ വർത്താനം പറയുന്നത് അത്തല്ലടാ കഴുകനാണ്. ഉഗ്രനായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഗംഭീരമായിരുന്നു കേട്ടോ. പക്ഷെ ആദ്യത്തെ ഒരു 3-4 മിനിറ്റ് നമ്മളൊന്ന് ടെൻഷൻ അടിച്ചു. ഇപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ പ്രദീപിൻ്റെ എൻട്രി തൊട്ടാണ് എൻട്രി എന്ന് പറഞ്ഞാൽ കിളിയെ കട്ടുകൊണ്ട് വരുന്ന അവിടം തൊട്ടുള്ള ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടുള്ള അവിടം തൊട്ടാണ് നമുക്കിതിന് ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ കൗണ്ടറിനെ കുറിച്ചൊക്കെ വിശദമായി രണ്ടുപേരും പറഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഗംഭീര സ്കിറ്റായിരുന്നു. ഈ പറയുന്ന മീനെ വീട്ടിൽ കൊണ്ട് വളർത്തിയാൽ എന്താ അതിൻ്റെ പേരെന്തുവാ? അതിന് ഐശ്വര്യം ഉണ്ടാവുമോ എന്ന് പറയുന്നു. അല്ല അങ്ങനെ ഉണ്ടോ? ഞാൻ അറിയത്തില്ല. അതെ, അരാപ്പയ്മേ വീട്ടിൽ നമ്മൾ വലിയ കുളത്തില് അങ്ങനെ വെറുതെ അക്വേറിയത്തിലിട്ട് വളർത്താൻ പറ്റത്തില്ല. വലുതാണ് മീനാ, കോണ്ടിലിട്ട് വളർത്താണ്. ഓ ശരി. ഐശ്വര്യം ഉണ്ടോ അറിയത്തില്ല. എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പെറ്റ്സിനെ വളർത്തിട്ടുണ്ട്. മോളമ്മ ഉണ്ടല്ലോ. അല്ല ഞാൻ കുറെ കിളികളെ വാങ്ങിച്ച് വളർത്തിയായിരുന്നേ മക്കളുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഡെയിലി ചേര വരും അതിനെ പിടിക്കാൻ. അതോടുകൂടി അത് വേണ്ടാന്ന് വെച്ചു. എന്തായാലും ഇത് ഗംഭീരമായിരുന്നു. ഇതേപോലുള്ള നല്ല നല്ല സ്കിറ്റുകളായിട്ട് നിങ്ങൾ 3 പേരും വീണ്ടും വരിക. ഓക്കെ, താങ്ക് യു. അപ്പോ എത്ര മാർക്ക് കൊടുക്കാം? ഞാൻ ഇവർക്കൊരു
20,000 രൂപ കൊടുക്കും. 20,000 രൂപ, അടിപൊളി. നസീർക്ക് അത്ര? ഞാനും കുറയ്ക്കുന്നില്ല, ഞാൻ 20,000 രൂപ. ടോട്ടൽ 40,000 രൂപ. എസ് ഐ ഒന്ന് കൺസിഡർ ചെയ്യണം. മാസകലം കടിച്ചിട്ടുണ്ട്. അല്ല, റൂട്ട് കടിക്കുന്ന റൂട്ടൊക്കെ കൃത്യമായിട്ട് കാണിച്ചു. മനസ്സിലാക്കി. നമുക്ക് അതുകൊണ്ട് അറിയാം എവിടെ കടി കിട്ടി എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചൊരു എമൗണ്ട്. കാര്യം ഇൻഷുറൻസ് കിട്ടാൻ പാടായിരിക്കും. അതെ, പിന്നെ എന്തോ പറയും. ഇൻഷുറൻസ് കിട്ടിയിട്ടെന്തിനാ? ടോട്ടൽ എമൗണ്ട് 20,000 രൂപ. അടിപൊളി. നല്ല എമൗണ്ട് ആണ്. ജസ്റ്റ് സിൽവർ പഞ്ചിന് നൂലുക്ക് മിസ്. കുഴപ്പമില്ല. അപ്പൊ ഉഷാറായിട്ട് വരട്ടെ ചേട്ടാ. സാർ പെട്ടെന്ന് പോയെന്ന് ഹോസ്പിറ്റലിൽ. അത് പറയാൻ പറ്റുമോ? ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് വിളിക്കേ. കോവളം പ്രസാദ് ഏട്ടനുണ്ട്, ചിത്തൻ ചേട്ടനുണ്ട്, അടിപൊളി. കൂടെ വിനോദേട്ടൻ. ആഹാ, കലക്കും. ചെല്ലന്തരികിട ചില്ലന്തപ്പിൽ ചിന്നി ചിന്നി കണ്ണും ചിന്നുന്നേ, കല്ലും നെല്ലും ഇളക്കിക്കാവിൻ ചില്ലത്തെത്തി ചെല്ലച്ചെറുപൂരം. പുതുപൂരം കാണാനായി ജനവാടി പാടി പാരാവാരം പോലെ പോരുന്നേ. കൈയടിച്ച് തള്ളയാണ്. നിങ്ങളെ വിചാരം എന്തോ തിന്നിട്ട് എല്ലിൻ്റെ കയറി കുന്തളിക്കണം? അല്ല, 6000 കിലോമീറ്റർ ലോറി ഓടിച്ച് നടന്നു നിർത്തിയതാണ് കേട്ടല്ല. ഹലോ മധു. എടാ നീ മധു അങ്ങനെ പറയല്ലേ. എന്റെ മോനാണെങ്കിൽ ഇപ്പൊ 10-35 വയസ്സാകാൻ പോണ്. അമ്മയുടെ വാത്സല്യം ഇല്ലാതെ വളർന്ന കുഞ്ഞാണവൻ. വാത്സല്യത്തിൽ അമ്മയല്ലല്ലോ മമ്മൂട്ടിയല്ലേ? എന്നിട്ട് മമ്മൂട്ടി അമ്മയിലല്ലേടാ മധു? ഉണ്ട്. അതുകൊണ്ട് നീ ആ സംസാരം വിട്. എടാ ഞാൻ പറയണത് നീ കേള്. എടാ അവന് ഈ പ്രായത്തിൽ അവന് ചോറുരുട്ടി കൊടുക്കുന്ന ഞാൻ, അവന്റെ തുണി അലക്കുന്ന ഞാൻ, അവന് ആഹാരം വെച്ച് കൊടുക്കുന്ന ഞാൻ. അതെല്ലാം പോട്ട് പാതിരാത്രി 12 മണിക്ക് മൂത്രം ഒഴിക്കാൻ ഉണ്ടാക്കണം. കൂടെ ഒരു ആളില്ലെങ്കിൽ നിന്ന് തൂറും ഞാൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ കുടുംബത്തില് ഒരു നല്ലൊരു പെണ്ണ് വേണോടെ മധു. വേറൊന്നുമില്ല, എന്റെ മോൻ ഇത്രയും പ്രായമായല്ലോ, അവന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു പെണ്ണ് കെട്ടിയേ പറ്റൂ. കിടന്ന് വിളിക്കരുത്, ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ച് തരാം. ഓക്കെ ആണല്ല? ഇനി എന്റെ മോനെ പറഞ്ഞ് എങ്ങനെയാ സമ്മതിപ്പിക്കുന്നത് ദൈവമേ? ഫോൺ എടുക്ക്, ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ. മോളു, മനുവേട്ട എവിടെയാ? ഞാൻ വീട്ടിലാണ്. മീനൂട്ടിയോ? വൃതവാ, അതുകൊണ്ട് സാമ്പാർ കൂട്ടിയാ ചോറ് കഴിച്ചേ. മോൾ എനിക്ക് ഇപ്പൊ ഒരു സത്യം ചെയ്തു തരണം. കല്യാണത്തിന് ശേഷം ഇതുപോലത്തെ കടുംപിട്ട് കോമഡി എന്റെ അടുത്ത് അടിക്കരുത്. പറഞ്ഞ മനസ്സിലായി? നമ്മുടെ കല്യാണക്കാര്യം അച്ഛനോട് പറഞ്ഞോ? എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് പേടിയാ. മോള് പറഞ്ഞോ അച്ഛനോട്? ഞാൻ പറഞ്ഞ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചു. അച്ഛൻ ഇപ്പൊ അങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരണുണ്ടോ? വരുന്നുണ്ട്. അയ്യോ സമാധാനമായി. അതാ ചോദിച്ചോ ചുമ്മാ ചുമ്മേ. മനുവേട്ടാ, എന്താ? ആ ഫോൺ ഒന്ന് മുഖത്തിന് നേരെ ഒന്ന് പിടിച്ചേ. അയ്യോ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ. ഇല്ലല്ലോ, ഒന്ന് പിടിച്ചേ. എനിക്ക് മുഖം കാണുന്നില്ല, ഒന്ന് പിടിച്ചേ. ഉമ്മ 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 ഉമ്മ. ഇനിയിപ്പോ എന്ന് പറഞ്ഞ എങ്ങനെ പപ്പ ഇവിടെ ഒന്ന് വന്ന് കിട്ടിയാൽ മതി. ഇങ്ങനെ വന്ന് എങ്ങനെ പരിചയപ്പെടുമെന്നുള്ള ഒരു കേസ് കിട്ടാണ്. അച്ഛനോട് എങ്ങനെ പറയും? പപ്പ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ പപ്പനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. അച്ഛനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമെന്നറി. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യമുണ്ട്, നേരെ നിനക്ക് വേണമെങ്കിൽ അടുക്കളയിൽ പോയി ഒരു കൈ, അല്ല എന്റെ നേരത്തെ കൈയിടാൻ നിൽക്കില്ല കേട്ടല്ലോ. ഏത് നേരം പഴങ്കഞ്ഞി ഞമണിക്കൊണ്ടിരുന്നോണം. എന്തിനാണ് ഈ പഴങ്കഞ്ഞി ഞമണിക്കണത്? അച്ഛന്റെ മനോവിഷമം കൊണ്ടാണ് അച്ഛൻ പഴങ്കഞ്ഞി ഒഴുകുന്നത്. മനോവിഷമോ? എന്തിന്? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, നീ വിളിച്ച കാര്യം പറ. അതെ അച്ഛൻ, ഞാൻ ജോത്സ്യം കണ്ടായിരുന്നു. എന്തിന്? ഈ വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കാൻ പോകും. എന്തോന്ന് മംഗളകർമ്മം? ഒരു പെണ്ണ് വരാൻ പോകുന്ന ഒരു കല്യാണം. എത്ര നാളെന്ന് പറഞ്ഞ അച്ഛൻ എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കും. അത് ശരിയാ. അതുകൊണ്ട് ഏതായാലും ഇവിടെ ഒരു പെണ്ണ് വേണം. ഞാനിത് മുൻകൈ എടുത്ത് നടത്തൂ. ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിനക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. പിന്നെ അവസാനം കാര്യത്തോട് എടുക്കുമ്പോൾ എല്ലായിടത്തൊന്നും വിഷമൊന്നും പറയില്ലേ? ഇല്ല ഇല്ല ഇല്ല, എനിക്ക് സമ്മതം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, വലിയ ആർഭാടമൊന്നും വേണ്ട. നമ്മുടെ കുടുംബ അമ്പലത്തിൽ വെച്ച് ചെറുതായിട്ടൊന്ന് താലി കെട്ടാം. എങ്ങനെ? കുടുംബ അമ്പലത്തിൽ വെച്ചേ? ഒരു കുടുംബ അമ്പലം വേണ്ട, നമ്മൾ 4 ആളറിയാൻ അടിപൊളിയായിട്ട് ഈ കല്യാണം നടത്തും. ഗാനമേള ഉണ്ടാവും.
നീ എനിക്ക് എന്റെ മോൻ തന്നെടാ നീ. അപ്പൊ ഒരു കാര്യമുണ്ട്, നമ്മള് എന്റെ പപ്പ റിച്ചാണ്. ഇത്രയും പൊണ്ണത്തടിയനായിട്ട് ഞാൻ തന്നെ വളർത്തി, ലോറി ഓടിച്ചാണ് ഞാൻ തന്നെ വളർത്തിയത്. സത്യം പറയടാ, ആടാ റിച്ചാർഡ്? എന്റെ അച്ഛൻ റിച്ചാർഡ് ആണെന്ന് പറഞ്ഞതാ. എന്റെ അച്ഛൻ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ അച്ഛൻ മോഡലാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഈ ഷാക്ക് നിക്കറിട്ടിട്ട് ഞാൻ ഇനി ഏത് കമ്പനിയുടെ മോഡൽ ആവാനാടാ? അകത്ത് ഞാൻ വേറെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, അത് പോയി ഇട്ടുണ്ട് ഇങ്ങോട്ട് വാ. നമ്മള് പണക്കാരാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അതാണ്. അപ്പൊ അവര് നമ്മളെ കാണാൻ വരുമ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ പറയണ്ടേടാ. ഇംഗ്ലീഷ് വേണം, കീച്ചിക്ക വരണം. ദാറ്റ് ഈസ് ഓ അടിപൊളി. ഇനി വേറെ സംഭവം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, റിവേഴ്സ്. വേറെ വല്ലതും ഉണ്ടായിരുന്നു? ദിസ് ഈസ് മതി, വിജയിച്ചിരിക്കണം. അല്ല ഇപ്പൊ നമ്മളെ ഞാൻ ഈ മധുവിന്റെ അടുത്ത് ബ്രോക്കർ മധുവിന്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും ഇതൊന്നും വേണ്ട നമുക്ക്. ഇത് ഞാൻ വേറെ ആളെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരുന്നു, പ്ലാൻ ചെയ്യുന്നു, കല്യാണം നടത്തുന്നു. അപ്പൊ നിനക്ക് ഇങ്ങനത്തെ ടീമായിട്ട് കമ്പനി ഉണ്ടല്ലേ മോനെ? അച്ഛന്റെ മോനല്ലേ. ഞാൻ പോയി സെറ്റ് ആയിട്ട് വരാം. എങ്ങനെ ഇനിയിപ്പോ പപ്പ വരുമ്പോ ഓടിച്ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കണം, ഷെയ്ക്കാൻ്റെ കൊടുത്താല എങ്ങനെ ചെയ്യും? ഹായ്, ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരമാ? അപസ്മാരം. ആർക്കച്ഛനാ? അതല്ല, നമസ്കാരം. ഒന്ന് ടെൻഷൻ കൊണ്ടാണല്ലേ? എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ല? മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ല. മീനൂട്ടിയുടെ അതെ പപ്പ. മീനൂട്ടിയുടെ പപ്പയല്ലേ? എനിക്ക് വയ്യ പപ്പ. എന്താണ് ഇത്? എന്റെ കല്യാണക്കാരി ഞാൻ പപ്പയുടെ ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ശരി, നീ പറഞ്ഞിട്ടില്ലടാ. എന്റെ മോള് നിന്നെ പ്രേമിക്കുന്ന കാര്യം അവൾ എന്റെ അടുത്ത് പറഞ്ഞല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് പപ്പ പറഞ്ഞൊന്ന് മനസ്സിലാക്കി തരണം എനിക്കൊന്ന്. അതൊക്കെ ഞാൻ പറയാൻ മനസ്സിലാക്കി തന്നോ. നീ നിന്റെ കാർന്നോം വരെ വിളിക്കേ. ഞാൻ വിളിക്കാം. ഇതെന്താ കയറും കൊണ്ട് വന്നിരിക്കുന്നത്? എന്താ കയറെന്നാ? എടാ എന്റെ മോള് നിന്നെ കെട്ടത്തോളെന്ന് പറഞ്ഞു തൂങ്ങിച്ചാകാൻ വേണ്ടി പോയപ്പോ അത് അറുത്തിട്ടുണ്ട്, ബാക്കി കയറുപാട്ട് ഞാൻ ഇവിടെ വന്നാ നിന്നെ കെട്ടിക്കൊണ്ട് പോകത്തുള്ളെന്ന് പറഞ്ഞാൽ നീ നിന്റെ വീട്ടുകാരെല്ലാരും എനിക്ക് അവരുമായിട്ട് സംസാരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പപ്പ നിർത്തിക്കാൻ ഒരു വാട്സപ്പ് നോട്ട് ഇട്ടാവും, ഞാൻ സമാധാനത്തോടെ ഇരുന്ന് കേട്ടോളാം. പറയാൻ പറഞ്ഞിരിക്കണം. അച്ഛനെ ഞാൻ വിളിക്കട്ടെ? വിളി. പപ്പ സ്പ്രിങ് ആയി. അച്ഛാ ഇപ്പൊ ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. ഞാനേ കടയിൽ പോയിട്ട് ഒരു സാധനം മേടിച്ചിട്ട് വരാം, വേഗം വാട്ടാ. ഒന്ന് വളച്ചു കേട്ടോ, കറക്കി എടുത്ത് തരണം എൻ്റെ അടുത്തേക്ക്. ഉണ്ട്. എന്ത് കഴിക്കോലെണ്ണയില്ലേ? കഴിക്കോലെണ്ണയല്ല, പെണ്ണ് വീട്ടിൽ നിന്ന് വന്നപ്പോ പറഞ്ഞായിരുന്നു ചെറുക്കന്റെ ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. ഇംഗ്ലീഷ്? അയ്യോ ശരി. അല്ല എനിക്ക് തീരെ താല്പര്യമില്ല. മോനാണ് ഭയങ്കര താല്പര്യം. അവന്റെ താല്പര്യം ഞാൻ കണ്ട. അവന് നിലത്ത് നിൽക്കാൻ വയ്യ, കെട്ടിച്ചേ അവൻ അടങ്ങുള്ളൂ. അപ്പൊ പെണ്ണിന്റെ വീട്ടുകാർക്ക് എല്ലാം സമ്മതമാണോ? പെണ്ണിന്റെ വീട്ടുകാർക്ക് സമ്മതമാണെന്ന് പറഞ്ഞാല് പെണ്ണിനൊരു ഡിമാൻഡ് ഉണ്ട്. സംഗീത കുടുംബത്തിൽ നിന്നാകുമ്പോഴത്തേന് കിട്ടുന്ന ചെറുക്കൻ പാട്ട് പാടുമെങ്കിൽ അത്രയും സന്തോഷം. ഓഹോ, എന്തോ ഇത്? അയ്യോ, മനരമ്പൻ വളർത്തുന്ന കണ്ണി മാനേ. പാടുമല്ലേ? സംഗീത ഫാമിലി അല്ലേ? അത് ശരി, മോൻ പാടുവോ? മോൻ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കനവിൽ പൂക്കും പുണ്യമല്ലോ നീ. ആഹാ ആഹാ ലാ 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 ലാ. കയറ്റി വെച്ചേക്കായിരുന്നു. ഉണ്ടങ്ങ് താത്തിയല്ല, സമാധാനമായ. അതെ, ഞാനൊരു യേശുദാസ്, ഈ വീട്ടിലെ യേശുദാസ്. മനസ്സിലായി. MG ശ്രീകുമാർ. മോള് പാടുമല്ലോ. അവള് കിട്ടണം പാട്ട്. അതെ, നമ്മൾ കൂടുതൽ സംസാരിച്ചിരിക്കണ്ട. നിങ്ങളുടെ ഡെവറി എങ്ങനെയാ? ഡെവറി എങ്ങനെയാന്ന് നിങ്ങളുടെ ഡെവറി പറ. ഒന്ന് വന്നേ. എവിടെ പോണു? വിളിച്ച് മുതിർന്നോട് സംസാരിക്കാൻ പോണാണ്ടാ, മാറിയില്ല അങ്ങോട്ട്. ആ നിൽക്കുന്നത് എന്റെ മോനാണ്. അതറിയാം. അല്ലാതെ എന്റെ കൂട്ടുകാരനല്ല. അതും അറിയാം. ഇമാതിരി വർത്താനങ്ങൾ അവൻ കേട്ട് പഠിച്ച് നാട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവന്റെ ഭാവി എന്താവും? എന്തുവാ ഡവറി? നമ്മൾ തമ്മിൽ സമപ്രായക്കാരാണ്, നമുക്കത് പറയാം. എന്ത് ഡവറി? പക്ഷെ വളർന്നു വരുന്ന തലമുറ ഇത് പഠിച്ചാൽ അവിടെ ഭാവി എന്താവും? എന്തുവാന്ന്? ഡവറി. എന്റെ ദൈവമേ, അതുകൊണ്ട് നമ്മൾ ഇത് പഴക്കാൻ അടക്കി ഒതുക്കി വെക്കണം. എന്ത് ഡവറി? അച്ഛാ, എന്താണ് ഈ ഡെവറി?
അതൊരു മുട്ടായിയാടാ മോനെ. മുട്ടായി. അതെ, അത് ഈ അച്ഛനും മോനും ഈ ഡെബറി എന്താന്ന് വെച്ചാൽ വല്ല അറിയാം? എനിക്കറിയാം. ശ്രീധനം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീധനോ? ശ്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. അപ്പൊ എങ്ങനെയാ? പേടിഎം ചെയ്യൂ, പേടിഎം ചെയ്യൂ, പേടിഎം ചെയ്യൂ. നിങ്ങളുടെ അക്കൗണ്ടിൽ 10 രൂപ കയറിയിരിക്കുന്നു. നന്ദിയുണ്ടേ. അതെ, ഈ ചെറുക്കന്റെ ചുറ്റുപാടൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അത് ചോദിക്കണ്ടേ? ദാ ഈ കാണുന്ന 55 ഏക്കർ ഇംഗ്ലീഷ് നോട്ട് പപ്പ. ഈ കാണുന്ന 75 ഏക്കർ തെങ്ങിൻ തോപ്പ് പപ്പ. മനു, ദിസ് ഈസ് നോട്ട് പപ്പ. യു ദിസ് ഈസ് ഓക്കേ. ദാറ്റ് ഈസ്. ഈ കാണുന്ന 8 ഏക്കർ വാഴത്തോപ്പ്. അത് വാഴത്തോപ്പല്ലേ, വീടിന്റെ അകമല്ലേ? ഇതെല്ലാം പള്ളി വകയാണ്. ഈ കാണുന്ന 1.5 സെന്റിലെ വീട് മാത്രമേ എനിക്കും അവനുമായിട്ട് ഉള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു തേങ്ങ ഇവില്ല. ആ പറമ്പ് മൊത്തം തേങ്ങയുണ്ട്, പറക്കിയെടുത്തോളൂ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് ഇവിടെ ഒരു പഴവും ഇല്ലെന്ന്. പഴമുണ്ട്, ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അത് എടുത്തോണ്ട് വരാം. അത് പറയണ്ടേ, നമ്മൾ പാട് കൊടുത്തില്ല. മോളെ, ഞാൻ മുറിച്ചോണ്ട് വന്ന കയറിന്റെ ബാക്കിയില്ല, അത് കട്ടിന്റെ അടി ഇരിപ്പില്ല, എടുത്ത് കയറി തൂങ്ങി ചാടി. അല്ല പിന്നെ ഇവിടെ വരും. ഇതാ ഓ ഇംഗ്ലീഷ്. അതെ, അവനില്ലാത്തോണ്ട് ഞാനൊരു കാര്യം പറയാം. പറഞ്ഞു. അവന്റെ അമ്മ മരിച്ചതിന് ശേഷം എന്റെ മോൻ എന്റെ കൂടാണ് കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ കല്യാണം കഴിയുമ്പോഴത്തേക്ക് പയ്യനും പെണ്ണും മണിയറയിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്റെ മോനെ സേഫായിട്ട് എവിടെയെങ്കിലും കിടത്തണം. അതെന്തിനാ? നിങ്ങൾ മാറി കിടന്നാ പോരെ? ഞാനും പെണ്ണും കൂടെ മണിയറയിലോട്ട് കിടക്കുമല്ലോ. ഞാനും പെണ്ണുവാ. അപ്പൊ എന്റെ മോനെ എവിടെയെങ്കിലും സേഫായിട്ട് ആക്കണം. എടാ മുതുകളവാ, നിന്റെ മകന് വേണ്ടി പെണ്ണാലോചിക്കാൻ വന്നാ ഞാനിവിടെ. മുട്ടയെന്ന് വിരിയാത്ത എന്റെ ചെറുക്കന് വേണ്ടി പെണ്ണാലോചിക്കാൻ ആര് പറഞ്ഞു? നിന്റെ മോൻ മുട്ടയെന്ന് വിരിഞ്ഞത്? എടാ മുട്ടയെ വിരിഞ്ഞ് ആ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തു വന്ന്, അതുകൊണ്ടാണ് അവൻ എന്റെ മോളെ. നീ വന്നപ്പോഴേ എനിക്ക് സംശയമുണ്ട്. കോട്ട് മാത്രം ഇട്ട് പാന്റ് ഇടാതെ വന്നപ്പോഴേ എനിക്ക് സംശയമുണ്ട്. നീ നല്ല വരെ വല്ല ഒന്നും വന്നത്. നിന്റെ അച്ഛൻ പറഞ്ഞു കേട്ടോ, എന്റെ 18 വയസ്സ് പോലെ തികത്തെ മോളെ കെട്ടിച്ചു കൊടുക്കണം. എന്താണ് പപ്പ ഞാൻ ഈ കേൾക്കണത്? മോനെ മോശം പറഞ്ഞ് ഈ 60-ആം വയസ്സിലല്ലാതെ പിന്നെ എനിക്ക് മംഗല്യ ഭാഗ്യമുള്ളത് 95-ആം വയസ്സിലാണ്. ഇപ്പൊ എന്തിനാണ് ഈ കല്യാണം? ഈ പ്രായത്തിൽ എനിക്ക് ഇത്തിരി ചൂടുവല്ല ആരുണ്ടാക്കി തരുവാ? ഈ പ്രായമുള്ളവർക്ക് എല്ലാവരും അടിക്കുന്ന സ്ഥിരം ഡയലോഗാണ്, വയസ്സാം കാലത്ത് ചൂടുവെള്ളം. നിങ്ങൾക്ക് പച്ചവെള്ളം ഇറങ്ങിയല്ല അതിനകത്തേക്ക്. പച്ചവെള്ളം കുടിക്കാം. ഈ കോട്ടുകാരാ, നീ വന്നപ്പോ എന്റെ മോന്റെ പ്ലേറ്റ് മാറിയുണ്ടാ. ഞാനൊരു കാര്യം പറയാം, ഇനി എന്റെ മോളെ കെട്ടണമെന്നെങ്ങാനും പറഞ്ഞാൽ ഇവന്റെ ചെവിക്കല്ലി കുളിക്കും ഞാൻ. നീ എന്റെ മോനെ നീ വിചാരിച്ചെന്താ ഞാൻ വലിയ പണക്കാരനാ? നീ പണക്കാരൻ. അത് ശരി. ഞാൻ റെഡിയാക്കി തരാന്ന്. ഇതാണ് റെഡിയാകാത്തത്. ഇവൻ എന്റെ മോനാണെങ്കിൽ ഞാൻ പറയുന്നത് ഇവൻ കേക്കേ ഉള്ളൂ. ഞാൻ പറയുന്ന പെണ്ണിനെ കെട്ടേ ഉള്ളൂ. ഒന്ന് അടങ്ങ് എന്റെ പപ്പ. ഞാനൊരു കാര്യം പറയാം, നിനക്ക് പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ട എന്റെ വീട്ടിലോട്ട് വന്നാൽ ഒരാഴ്ചക്കുള്ളിൽ എന്റെ കല്യാണം ഞാൻ നടത്തി തരും. ഞാൻ എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ വന്ന് കെട്ടാം. എന്തിനാണ് ഈ ഒരാഴ്ച പിടിച്ച് വാശി വെക്കണത്? ഒരാഴ്ച പിടിച്ച് വാശി വെക്കാൻ എന്താന്ന് ചോദിച്ചാൽ എന്റെ മോളെ കല്യാണം കഴിച്ചിട്ട് വേണം എനിക്ക് എവിടെയെങ്കിലും പോയി പെണ്ണ് കെട്ടാൻ. എങ്ങനെ എനിക്ക് പോയി പെണ്ണ് കെട്ടണമെന്ന്? എന്തിനാ വിളിക്കുന്ന? നല്ല ബലത്തോടെ വലിയാണ്. ക്ലൈമാക്സിന് ഒരു ബലം വേണ്ടേ? വലിയടാ. നല്ല സ്കിറ്റായിരുന്നു ഷാജൻ ചേട്ടാ. പ്രസാദേ, ചിത്ത, വിനോദേ, നന്നായിരുന്നു. അത്യാവശ്യം നല്ല ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങൾ നന്നായിട്ട് ഇളകി നിങ്ങൾ 3 പേര് ചെയ്തു അല്ലേ? വിനോദിന്റെ ഒക്കെ കിതപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ചുമയുണ്ടല്ലേ, സൗണ്ടിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. നമുക്കത് സ്കിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും വിനോദിന്റെ പെർഫോമൻസ് കണ്ടപ്പോഴൊക്കെ നമുക്ക് തോന്നി. കുഴപ്പമില്ലായിരുന്നു. എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സംഭവത്തിനുണ്ടായിരുന്നു. നമ്മൾ ചിരിക്കുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ ചിരിച്ച ആളുകളാണ് നമ്മുടെ ഇന്നത്തെ ഓഡിയൻസ്. അതെ അതെ അതെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. ആരാണ് മൈക്കിൽ പറയുക? ആരാണ്? ഞങ്ങൾ ചിരിച്ച് മണ്ണ് കപ്പി. ആണോ? നന്നായി. ഈ സ്കിറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ? മേളിലിരിക്കുന്നവർ ചിരിച്ച് അവസാനം ഞങ്ങൾക്ക് തന്നെ കൺട്രോൾ ഇല്ലാതായി. ആ രീതിക്കുള്ള ചിരിയായിരുന്നു മേളിൽ. എന്തായാലും നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തല്ലോ അല്ലേ? താങ്ക് യു. അപ്പോൾ നന്നായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുറച്ചുകൂടെ പൊട്ടിച്ചിട്ടുള്ളതായിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൗണ്ടർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങളുടെ ഒരു കളിയുടെ പവറിലാണ് 3 പേര് നല്ല പവറിലാണ് ചെയ്തത്. ആ പവർ കൂടിയത് കൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് വന്നില്ല. ചിലതൊക്കെ ഓവർലാപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്തായിരുന്നു.
സാരമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് ഓടിച്ചിട്ട് പിടിക്കാം. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ചിരിയായിട്ട് വീണ്ടും വരിക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ, നന്നായിരുന്നു കേട്ടോ. നിങ്ങളുടെ പെർഫോമൻസ് ബേസിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. 3 പേരും ഷാജോൻ പറഞ്ഞ പോലെ ഇളകി കളിച്ചു എന്നുള്ളതാണ്. കാര്യം ഒരു ത്രെഡ് കിട്ടി അത് നമുക്ക് എത്രമാത്രം എത്തിക്കാൻ പറ്റുന്നൊരു പരിപാടി നിങ്ങളത് നന്നായിട്ട് ചെയ്തു. പിന്നെ നമ്മളും ചിരിച്ചു പോയത് ഈ ഡെവറി എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് ഒരു പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷൻ, കാര്യം നമ്മളിങ്ങനെ ഇവിടുന്ന് ചിരി അവിടം തൊട്ട് തുടങ്ങിയ ചിരിയാണ്. ഡ്രസ്സൊക്കെ ഊരി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലേ ഒക്കെ അതൊക്കെ നന്നായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളായിരിക്കാം, കൗണ്ടറിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാലും നന്നായിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് 3 പേർക്കും. ഓക്കെ, താങ്ക് യു പ്രചോദേട്ടാ. അപ്പോൾ നസീർക്ക, മാർക്സ്? ഞാനൊരു 10,000 രൂപ കൊടുക്കുക. 10,000 രൂപ. പ്രചോദേട്ടാ? ഞാനൊരു 10,000 രൂപ. ടോട്ടൽ 20,000 രൂപ. ഷാജോൻ ചേട്ടാ? ബാക്കി എന്റെ ചേർത്ത് അവിടെ വരും. ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. അടിപൊളി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറെ കൂടെ ഷെയർ ആയിട്ട് അപ്പോഴത്തേക്ക് തൊണ്ടയൊക്കെ റെഡിയാക്കി നമുക്ക് അടുത്ത സ്കിറ്റിൽ നമുക്ക് കൂടുതൽ വാങ്ങിക്കുന്നു. ചേട്ടാ, ചെന്തു ചേട്ടാ, ബൈ. അപ്പോ ഇന്നത്തെ സമയം ഏതാണ്ട് നില കഴിഞ്ഞു. ഇനി നമുക്കൊക്കെ വീട്ടിൽ പോകണം. ഓക്കെ, നന്നായിട്ട് ചിരിച്ചു, ഒരുപാട് നല്ല സ്കിറ്റുകളൊക്കെ വന്നു. നമുക്കൊരു സ്പെഷ്യൽ കൈയടി ഇവർക്ക് തന്നെ കൊടുക്കണം. കൊല്ലം മുഖത്തല എന്ന് പറയുന്ന സ്ഥലത്ത് തൃക്കോവിലോട്ടം എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഹരിതകർമ്മസേനയിലെ നല്ല നല്ല ചേച്ചിമാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അവര് അസാധ്യമായിട്ട് ചിരിച്ചേട്ടോ. നല്ല കൈയടി ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് ചിരിച്ചു. നമ്മളുടെ ഒരു കുടുംബത്തിന്റെ അല്ലേ, എല്ലാത്തിലും അവർ പങ്കെടുത്തു. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. അതുവരെ നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നാളെ ചിരിക്കാനായിട്ട് പൂർവാധിക ശക്തിയോടെ വാ. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.